ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് തോട്ടപ്പള്ളി ഹാർബറിൽ ചൂണ്ടയിടാനായിട്ട് വന്നിരിക്കുകയാണ്. വന്നിട്ട് ഞങ്ങൾ ചൂണ്ട ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളുടെ അപ്പായുണ്ട്, നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനുണ്ട്, ഞങ്ങളുടെ ജിഷ്ണു ഉണ്ട്, അവിടെ എൻ്റെ അനിയനാണ്. അത് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. കൊത്തുണ്ടെന്നാണ് പറയുന്നത്. വെള്ളമെല്ലാം കയറ്റിയിട്ടേക്കുവാണ്. അതിനപ്പുറം തൊട്ടപ്പുറം കടലാണ്. കടലിനോട് ചേർന്നുള്ള ബോട്ട് കയറുന്ന ഒരു സ്ഥലത്താണ് അവർ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. താഴ്ഭാഗമാണ് ഇത്. കല്ലിൻ്റെ ഇതിന് തൊട്ടപ്പുറം കടലാണ് മൊത്തം. അങ്ങ് ദൂരെ അങ്ങിങ്ങായിട്ടൊക്കെ കുറേ ബോട്ട് കിടപ്പുണ്ട്. മീൻ പിടിക്കാനായിട്ട് പോകുന്ന വള്ളങ്ങളാണ് എല്ലാം. അവിടെ ഒരു ബോട്ട് അടുത്തിട്ടുണ്ട്. വല അത് കുടഞ്ഞോണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ട് കാണാൻ അറിയുന്നുണ്ട്. ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങങ്ങായിട്ടെല്ലാം ബോട്ട് നിരന്ന് കിടക്കുകയാണ്. അവരെല്ലാം മീൻ പിടിക്കാനായിട്ട് കടലിൻ്റെ നടുക്കും അവിടെ ഇവിടെയായിട്ടെല്ലാം കിടക്കുകയാണ്. പോവാം. അപ്പ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊത്തില്ലേ? അത് മറ്റേ മാറ്റിയിട്, തീറ്റയിട്. ഞാനത് നോക്കിയെന്ന് നോക്കി. ചൂണ്ട എറിഞ്ഞിട്ടായിരുന്നു. അത് തീറ്റ അടിച്ചുകൊണ്ട് പോയി. ഒന്നുമില്ല. അതെന്താ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ രണ്ട് മീനെ കിട്ടിയായിരുന്നു. എന്നാ ചേട്ടാ ഇടണ്ടേ? എവിടെ കിട്ടുമോ? ഞാനൊന്ന് ചൂണ്ടയിടട്ടെ. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മളെ കാണിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പായിക്ക് ഒരു വലിയൊരു കൊമ്പനെയാണ് പിടിച്ചിരിക്കുന്നത്. ചെറിയൊരു മീൻ കിട്ടിയിരിക്കുന്നത്. ഇതെന്നാ മീനേട്ടാ? കോരയാണ്. ശരി. അപ്പം അത് വലയ്ക്കകത്തോട്ട് ഇടാൻ പോവാണ്. പിച്ചാത്തി എൻ്റെ കയ്യിലുണ്ടെന്ന്. വലയ്ക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയില്ല. കിടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്,
വേണ്ടത് നമ്മുടെ അനിയനത് ഒരു വറ്റക്കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. നല്ലത് ഉണ്ടാകാനത് നമ്മളത് വെള്ളി കളറ് അത് നമ്മുടെ വലയിലോട്ട് ഇടുകയാണ്. അപ്പായി സുരേന്ദ്രൻ ചേട്ടൻ ഇവിടെ അതെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രൻ ചേട്ടൻ അതെ തീറ്റ ഓർക്കാനായിട്ട് പോവുകയാണ്. അതേണ്ടത് കിരിയാൻ പീസാക്കിയാണ് ഇടുന്നത്. ചാകരയാതെ കിരിയാണ് കിടക്കുന്നത് പോലെ. വേണ്ടതേ ഫ്രണ്ട്സ്, അപ്പായിക്കൊരു വലിയൊരു വറ്റ കിട്ടിയിരിക്കുന്നു. ആണ്ടത് അത്യാവശ്യം നല്ല വലിയ വറ്റയാണ്. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന നല്ല വലിയ വറ്റ. വലി ഉണ്ട്, സാധനമുണ്ട്. വലിച്ചോ നിങ്ങൾ ഒടിച്ചു കളയല്ലേ. ചൂണ്ട പിടിക്കല്ലേ. മോട്ടർ പറ്റിയല്ല. പയ്യെ കറക്കെടുക്കാം. ഞാൻ പയ്യെ എടുക്കേ. കളയല്ലേ എല്ലാരും കൂടെ കറപ്പിക്കല്ലേ. ആര് പറഞ്ഞു എടുത്തതാ? മറ്റേ വലഞ്ഞില്ലേ ലാഞ്ചില കടൽപ്പാമ്പല്ലത്, ഇത് ലാഞ്ചിലാണ്. മലഞ്ഞില് കേട്ടോ ചേട്ടാ പോയി മലഞ്ഞില്. ഞാൻ അന്നേരം പറഞ്ഞല്ലേ കടൽപ്പാമ്പാന്ന്. നല്ല വലിയ മീനാന്നും പറഞ്ഞ് പൊക്കിയെടുത്ത് ഫ്രണ്ട്സേ, നമ്മുടെ അനിയനാണ് കടൽപ്പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഞാനത് വലിച്ചു കയറ്റിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കടൽപ്പാമ്പാന്ന്. ഇവരാരും വിശ്വസിച്ചില്ല. പിന്നെ അപ്പുറം പോയി ഒരു ചേട്ടൻ്റെ ഒക്കെ പോയി ചോദിച്ചിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഇപ്പം തല തല്ലി പൊട്ടിച്ചായിരുന്നു. ഒരു 4 അടിയോളം നീളം വരും അതിനെ. അത് അവർ പറഞ്ഞ് എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എടുക്കാൻ പോവാ? വലക്കകത്തിടാൻ പോവാണോ? എന്നാ ഇടുന്നെങ്കിൽ നീ ഇട്ടു. അങ്ങോട്ട് പോകുന്നവർ ആരോടെങ്കിലും ചോദിക്കാം. എന്നാ ഇടത്. എന്നാ നീളോ അതിന്? നീ എടുത്താൽ വലക്കകത്തോട്ട് ഇട്. നോക്കിപ്പോ, കല്ലുണ്ട്. എന്നാ നിങ്ങൾ തീറ്റ കോർത്തിടേ. ഇല്ലില്ല, ഞാൻ വരുന്നു. അത് കഴിഞ്ഞ് നമുക്ക്
അതുപോലത്തെ 2 കടൽപ്പാമ്പ് കൂടെ കിട്ടിയായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.